ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ആൾക്കാർ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെന്താ സംഭവം എന്നറിയോ? നല്ല മഴയാണ്. ഓവിച്ചാൽ ബ്ലോക്കായി നിറഞ്ഞ് കവിഞ്ഞ് റോട്ടിലേക്ക് ഒഴുകുകയാണ്. ഇത് കണ്ട ഈ സ്കൂട്ടറിൽ വന്ന അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഈ വിവരം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് അതിനുള്ള കാരണങ്ങൾ എന്താണെന്നങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി. നല്ല മഴ ആയതുകൊണ്ട് തന്നെ വേറെ ആരും വിളിക്കാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. അപ്പോഴേക്കും അടുത്ത ആൾ എന്താണ് ഇവിടെ സംഭവം എന്ന് അറിയാനും വേണ്ടി വണ്ടി നിർത്തി. തന്നെയും ഈ സേവനത്തിലേക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ സേവനത്തിൽ ഞങ്ങളെ കൂടെ കൂട്ടുകൂടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം ഈ സിമെന്റ് ബ്ലോക്ക് പൊന്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും അടുത്ത ആളും എത്തി. ഇതൊക്കെ വിളിക്കാതെ കണ്ടറിഞ്ഞ് വരികയാണ് കേട്ടോ. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്. അങ്ങനെ നമ്മൾ ആ സിമെന്റ് ബ്ലോക്ക് പൊക്കി. ഭാഗ്യവശാൽ നമ്മൾ പൊക്കിയ സ്ഥലത്ത് തന്നെയാണ് ബ്ലോക്ക് വന്നത്. ഇതുപോലെ കച്ചറ അടിഞ്ഞ് ബ്ലോക്ക് ആയതാണ്. ഇതിങ്ങനെ ഇവിടെ വരാനുള്ള കാരണം ഒരു പോസ്റ്റ് ഇതിനടിയിലുണ്ട്. അത് ഒലിച്ച് വന്ന് വിലങ്ങടിച്ച് നിന്നതാണ്. ഇതിൽ ഓരോ കച്ചറകൾ ഓരോന്നോരോന്നായി വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടിയതാണ്. അതാണ് ഈ ബ്ലോക്കിനുള്ള മെയിൻ കാരണം. അപ്പോൾ ആ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ഈ കച്ചറകളെല്ലാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മാറ്റി ഇതിനടിയിലുള്ള പോസ്റ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. പോസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗം പൊട്ടിച്ചിട്ട് ബെൻഡാക്കിയിട്ട് വേണം അതിലൂടെ വലിച്ചെടുക്കാൻ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടി പോസ്റ്റ് വലിച്ച് പുറത്ത് എത്തിച്ചു. വീണ്ടും ആളുകൾ ഓരോരുത്തരായി വന്ന് പോസ്റ്റ് അപ്പുറത്തേക്ക് മാറ്റുകയാണ്. എന്ത് സുന്ദരമായ കാഴ്ചകൾ അല്ലേ! 1 മണിക്കൂർ കൊണ്ട് മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 11 മണിക്ക് തുടങ്ങി 12 മണി ആയപ്പോഴേക്കും അതിൽ നിന്നുള്ള ബാക്കിയുള്ള എല്ലാ സംഗതികളും ക്ലീനാക്കി. അതിനുശേഷം ആ സ്ലാബ് അതിൻ്റെ പഴയ സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു. പിന്നെ എല്ലാവരും കൂടി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. ഈ കൂടുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പുണ്ടല്ലോ, അതാണല്ലോ ശരിക്കും കുടുംബം. ലോകം മൊത്തം ഇങ്ങനെ ആയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.